ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഈ ചർച്ചകൾ കൂടുതൽ ശക്തമായി. വോട്ടെണ്ണലിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും ആരോപിച്ച് കോൺഗ്രസ് ബംഗളൂരുവിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലി ഈ വിഷയത്തെ വീണ്ടും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടുകൊള്ള നടത്തിയാണ് അധികാരത്തിലെത്തിയതെന്ന രാഹുൽ ഗാന്ധിയുടെ തുറന്ന ആരോപണം ഇന്ത്യയുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെ കുറിച്ചും വ്യാപകമായ ആശങ്കകൾ ഉന്നയിച്ചതും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എണ്ണത്തിൽ പിഴവുകൾ വരുത്തി, പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിൽ അപാകതകൾ ഉണ്ടായി, കൂടാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ചില മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ വൈകിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ചും വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തതയെ തന്നെ ഈ ആരോപണങ്ങൾ ചോദ്യം ചെയ്തു. ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് പാർട്ടി നടത്തിയ ആഭ്യന്തര ചർച്ചകൾക്കൊടുവിലാണ് ശക്തമായ ഒരു പ്രതിഷേധം അനിവാര്യമാണെന്ന് തീരുമാനിച്ചത്. വോട്ട് മോഷണത്തിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് തിരഞ്ഞെടുത്തത് കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവാണ്. കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനമായതിനാൽ പ്രതിഷേധം ശക്തമാക്കാൻ അത് സഹായകമായി. ബംഗളൂരുവിലെ ചരിത്രപരമായ ഫ്രീഡം പാർക്കിൽ നടന്ന റാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പുറമെ കർണാടക മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മറ്റ് സംസ്ഥാന മന്ത്രിമാർ, കോൺഗ്രസിന്റെ മുതിർന്ന ദേശീയ നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ജനാധിപത്യം സംരക്ഷിക്കുക, വോട്ടുകൾ മോഷണം പോയി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യസന്ധരാകുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്ത് പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി റാലിയിൽ അണിനിരന്നു.